ആ നാൻസി, സുനിൽ എങ്ങോട്ടാ? ഞാൻ കോളേജിലോട്ട്. കോളേജിലോട്ടല്ലെന്ന് എനിക്കറിയാം. ഞാൻ പിന്നെ അങ്ങോട്ട് പോവാനാ? അത് സുനിലല്ലേ പറയണ്ടേ? എന്നെ നാൻസി വിളിച്ചിരുന്നു. ഒരാഴ്ചയല്ലേ കോളേജിൽ പോയിട്ട്. എന്താ സുനിലിന്റെ പ്രശ്നം? ഈ ബുക്സ് ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസമായി, ഒന്ന് തൊട്ടുപോലും നോക്കിയിട്ടില്ല. സുനിലിന്റെ ആഗ്രഹപ്രകാരമല്ലേ കോളേജ് വിട്ടത്? ഞാൻ പറഞ്ഞിട്ടാണ് എന്നെ കോളേജ് വിട്ട്. സ്വന്തം ഇഷ്ടപ്രകാരം ഓരോന്ന് തീരുമാനിച്ചിട്ട് എന്റെ മെക്കിട്ടേറല്ലേ കോപ്പ്. ആ കോളേജിൽ കിടന്ന് അനുഭവിക്കണേ എനിക്കറിയാം. താൻ എന്തിനാ എന്നോട് ഇത് ചോദിക്കണേന്ന്? തന്റെ ചെലവ് ഞാൻ ഇവിടെ നിൽക്കണോണ്ടല്ലേ? സുമിത്രേ, എന്താ സുമി പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല. ആ രാധ, ഇരിക്കെ. എന്താ സുമിത്രേ, സുമിയും ഭർത്താവും തമ്മിലൊരു സൗന്ദര്യപ്പിണക്കം? ഓ, സ്വന്തം ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്തല്ലേ, അനുഭവിക്കട്ടെ. ചേച്ചി, എന്റെ കല്യാണ ആ, ഞങ്ങളതങ്ങ് ഉറപ്പിച്ചു. നല്ല സൽസ്വഭാവിയായ കൊച്ച്. ആ കൊച്ചിനാണെങ്കിൽ ഇവനെ ഭയങ്കരമായി അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്നാ പിന്നെ നടത്താമെന്ന് ഞങ്ങളങ്ങ് തീരുമാനിച്ചു. ആ, എനിക്ക് സുമിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ ഒരു വിഷമം. അവൾ എന്തിനാ ഇങ്ങനെ ഒരു കുഴിയിൽ ചെന്ന് ചാടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സുമിത്ര ഇങ്ങോട്ടൊന്ന് നോക്കിയേ, അല്ല ഇവനൊന്ന് നോക്കിയേ. ഇവൻ എന്താ ഒരു കുറവ്? നല്ല ലുക്ക്, നല്ല ജോലി, പിന്നെ പ്രായം ഒരല്പം ഇത്തിരി കൂടുതലുണ്ട്. അതിനെന്താ, നിങ്ങളെ രണ്ടുപേരെ അവൻ പൊന്നുപോലെ നോക്കത്തില്ലായിരുന്നോ? ആ, സുമിത്രയ്ക്ക് അതിനുള്ള യോഗം ഇല്ലാതായി പോയി. ഇത് എവിടെയോ കിടന്ന ഒരു പീക്കിരി ചെറുക്കനും കെട്ടി. സുമിക്ക് ഇത്രയും പ്രായമായതല്ലേ, ഇവക്ക് ഇതിനുള്ള ബോധമൊന്നുമില്ലേ? നിങ്ങളുടെ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതിവിടെ വേണ്ട. അടങ്ങടി, അവയൊന്നും മിണ്ടായിരിക്കും. അതെ, നിങ്ങളുടെ പ്രായം തന്നെയായിരുന്നു എനിക്ക് പ്രശ്നം. അതിനിപ്പോ എന്താ? ഞാൻ ഇയാളോട് പറഞ്ഞു എന്റെ പുറകെ നടക്കാന്. എന്ത് പറഞ്ഞാലും ഇയാളുടെ ഒരു ഓഞ്ഞ ചിരി. അല്ലെങ്കിൽ എന്റെ ഇഷ്ടമോ കഷ്ടമൊന്നും ഇവിടെ ആർക്കും അറിയണ്ടല്ലോ. മതി മതി, നീ എന്റെ ചെറുക്കനെ അപമാനിച്ചത്. പിന്നെ നിനക്ക് പ്രായം 20 എവിടെങ്ങാണ്ട് കിടന്നൊരു പാവം കൊച്ചു പയ്യനെ പറഞ്ഞു പറ്റിച്ച് കെട്ടിയിട്ട് ആ ചെറുക്കന്റെ ജീവിതം കൂടെ നീ തൊലച്ച് കളഞ്ഞല്ലോടി. പിന്നെ നിനക്ക് ഇവന്റെ പ്രായത്തിനോട് തോന്നിയ അറപ്പും അകൽച്ചയും ആ കൊച്ചു പയ്യന് നിന്നോട് തോന്നിക്കൂടായില്ലല്ലോ. നീ അനുഭവിക്കണം, എന്നാലേ നീ പഠിക്കൂ. സുമിത്രേ, ഞങ്ങൾ ഇറങ്ങുക, വാടാ. ഇതൊന്നും താൻ കാര്യാക്കി എടുക്കണ്ടോ. ഇനി സുമിയെ വിഷമിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണേ. എന്നും കൂടെ ഉണ്ടാവണം കേട്ടോ. അതെന്താടാ ബാബ നിനക്കിപ്പോ അങ്ങനെ തോന്നാൻ? ഞാൻ ജനിച്ചപ്പോ തൊട്ട് കള്ളത്തിലേ പറഞ്ഞിട്ടുള്ളൂ. അതറിയാലോ. കേക്ക് ആ, ഞാൻ സുമിയോട് ഒരുപാട് കള്ളത്തിലും കാണിച്ചു. ഇപ്പോ എന്റെയൊക്കെ ലൈഫ് വെച്ചിട്ട് സുമിയുടെ ലൈഫ് ചിന്തിക്കുമ്പോണ്ടല്ല, ഓ എന്ത് പ്രശ്നമാണെന്നറിയോ അവരുടെ ലൈഫിൽ. എനിക്കൊന്നും ഒരു പ്രശ്നമില്ല കേട്ടാ. പ്രശ്നമുണ്ടാ? ഒരു പ്രശ്നവും ഇല്ല. എന്നിട്ടാ ഞാൻ തീരുമാനിച്ച് ഞാൻ പഠിക്കാൻ പോവാണ്. കാരണം എന്താണെന്നറിയോ, ഞാനൊരു ആഗ്രഹം പറഞ്ഞപ്പം അത് നടത്തി തരാൻ വേണ്ടി അവരെന്നെ പഠിപ്പിക്കാൻ വിട്ടത്. ഞാൻ വല്ല മൈൻഡ് ചെയ്തില്ല. ഇനി അങ്ങനല്ല, ഇനി ഞാൻ അവരുടെ ഭാഗത്തും ചിന്തിക്കും. എന്നിട്ട് അവർക്ക് ആഗ്രഹമുള്ള ഒരു നല്ല ലൈഫ് ഞാൻ അവർക്ക് കൊടുക്കും. അവരെന്നോട് ഇങ്ങോട്ട് കാണിക്കുന്ന ഇഷ്ടത്തിന്റെ ഒരു ചെറിയൊരു പങ്കെങ്കിലും ഞാൻ തിരിച്ചു കൊടുക്കണ്ടേ? വേണം. ആ, പഞ്ചറായ എന്റെ ലൈഫിൽ പഞ്ചർ ഒട്ടിക്കാൻ വന്നവളാണ്. അവൻ തുടങ്ങി പോഴവിടുന്ന് അവന്റെ ഒരു പഞ്ചർ. കേക്കടോ, ഫിലോസഫി അറിയാത്തവൻ.